ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട്? അപ്പോൾ നമ്മുടെ UFC 307 ഒക്കെ നടക്കാൻ പോകല്ലേ? അതിൽ ഉഗ്രനൊരു ഫൈറ്റ്, അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ്. അലക്സ് പെരേര വേഴ്സസ് ഖലീൽ റൗണ്ട്രി. അപ്പോൾ പ്രഡിക്ഷനും മറ്റ് കേസുകളൊന്നുമില്ല, അത് ഞാൻ നിർത്തി ആ പരിപാടി. പിന്നെ എന്താണ് ഫൈറ്റർ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, അത് ഞാൻ നിർത്തി, അത് നമ്മൾ നിർത്തി. ഇല്ല, അതൊന്നും ഞാൻ പറയാറില്ല അങ്ങനെ. കാരണം എന്താണെന്നറിയോ, ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വീഡിയോസ് ഇടാൻ പോകുന്നുണ്ട്, ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച്. കാരണം നമുക്ക് ഓരോ ദിവസം കഴിയുമ്പോഴും മനസ്സിലാവുന്നു, ഈ UFC ഫൈറ്റേഴ്സൊക്കെ ഉണ്ടല്ലോ, ഒരു വേറെ ലെവലാണ്. ഞാൻ ഇൻസ്റ്റയിലും പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റ ഒന്ന് ഫോളോ ചെയ്യുക, Deepak_Ashokhan. അപ്പോൾ ഇവരൊക്കെ വേറെ ലെവൽ ഫൈറ്റേഴ്സാണ്. അപ്പോൾ അവർ എന്ത് ചെയ്യണം അത് ചെയ്യണം ഒന്നുമില്ല, ഒരു ഡിസ്കഷൻ, അത്രയേ ഉള്ളൂ, അത്രമാത്രം ഉദ്ദേശിക്കുന്നുള്ളൂ. ഇപ്പോൾ ഞാനിത് ഇൻസ്റ്റയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും, ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ അതിനകത്ത് ഒരു കമൻ്റ് ഇങ്ങനെ വന്നിരുന്നു, ഖലീൽ മൊയ്ത്തയാണ്, സോ നല്ല രസം ഉണ്ടാവും അങ്ങനെ. അത് കറക്റ്റാണത്. ഖലീൽ മൊയ്ത്തയാണ്, അതേപോലെ തന്നെ അലക്സ് പെരേര കിക്ക് ബോക്സിംഗ് ആണ്. സോ നല്ലൊരു മൊയ്ത്തായ് വേഴ്സസ് കിക്ക് ബോക്സിംഗ് ഒരു ഫൈറ്റാണ് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇതേ മോഡലുള്ള ഫൈറ്റ്, മൊയ്ത്തായ് വേഴ്സസ് കിക്ക് ബോക്സിംഗ്, എത്ര പേർക്ക് അറിയാമെന്നറിയത്തില്ല. നമ്മുടെ കേരളത്തിലെ, നമ്മുടെ കൊച്ചു കേരളത്തിൽ, യെസ്, ഞാൻ കേരളത്തിൻ്റെ കാര്യമാണ് പറയുന്നത്, നമ്മുടെ കൊച്ചു കേരളത്തിലെ ഒരു ഫേവറേറ്റ് ഇവൻ്റാണിത്. കാരണം കേരളത്തിൽ MMA ഫൈറ്റേഴ്സ് ഉണ്ട്, ഉഗ്രൻ MMA ഫൈറ്റേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് അതിനേക്കാളും കൂടുതൽ സ്റ്റാൻഡപ്പ് ഫൈറ്റേഴ്സാണുള്ളത്. അതായത് നല്ല ഉഗ്രൻ കിക്ക് ബോക്സേഴ്സും നല്ല ഉഗ്രൻ മൊയ്ത്തായ് ഫൈറ്റേഴ്സും ഉണ്ട്. അപ്പോൾ അവർ തമ്മിൽ ഇടയ്ക്ക് ഇങ്ങനെ ഫൈറ്റ് നടക്കാറുണ്ട്. അപ്പോൾ അതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഈ ഒരു ഫൈറ്റിൽ. സോ ഖലീൽ ഈസ് മൊയ്ത്തായ് ആൻഡ് അലക്സ് പെരേര ഈസ് ക്ലാസിക് കിക്ക് ബോക്സിംഗ്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഈ ഗ്രാപ്ലിംഗ് റെസ്ലിംഗ് ഒക്കെ ഭയങ്കര താല്പര്യമാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നു, ഒരു മെജോറിറ്റി ഓഫ് ആളുകൾ, കേരളത്തിലല്ല, ഇന്ത്യയിലല്ല, ഞാൻ പറയുന്ന ലോകത്തിൽ മെജോറിറ്റി ഓഫ് ആളുകൾ അത് ഇഷ്ടപ്പെടുന്നില്ല. കുറ്റം പറയാൻ പറ്റില്ല. സ്റ്റാൻഡപ്പ് ഫൈറ്റിൻ്റെ ആക്ഷൻ വേറെ കിട്ടത്തില്ലല്ലോ. ഗ്രാപ്ലിംഗ് റെസ്ലിംഗ് ചെയ്യുന്നതിലൂടെ നേരെ ഗ്രൗണ്ടിലേക്ക് പോകുന്നു, പിന്നെ അവിടെ ഇങ്ങനെ, അത് പലർക്കും ഇഷ്ടമല്ല. പക്ഷേ ഇത് ഒരു സ്റ്റാൻഡപ്പിനുള്ള എല്ലാ ഇതും കാണുന്നുണ്ട്. പിന്നെ ഖലീൽ, എനിക്ക് തോന്നുന്നു ഖലീൽ പറഞ്ഞിരിക്കുന്നത് അറമുട്ടിയാൽ മാത്രം എന്ന് പറഞ്ഞാൽ, അറമുട്ടിയാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു രക്ഷയും ഇല്ലെങ്കിലാണ് പുള്ളി റെസ്ലിങ്ങിലേക്കൊക്കെ തിരിയാന്ന് പറയും. പിന്നെ മൊയ്ത്തയിലും ഉണ്ട്, സ്വീപ്സ് ഒക്കെ ഉണ്ട് മൊയ്ത്തയിൽ. സ്വീപ്പ് എന്ന് പറഞ്ഞാൽ ആ ഒരു ക്ലിഞ്ചിങ് പൊസിഷനിൽ താഴേക്ക് ഇടുക, കാല് വാരി അടിക്കുക, കാലുകൊണ്ട് തന്നെ. അതേപോലെ തന്നെ അലക്സ് പെരേരയും ഞാൻ വീഡിയോ ഫുട്ടേജൊക്കെ ശ്രദ്ധിച്ചു. പുള്ളിയും ഈ അടുത്ത കാലത്തായിട്ട് റെസ്ലിംഗ്, ജൂഡോ, ഗ്രാപ്ലിംഗ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പം പുള്ളി അത്ര മോശമൊന്നുമല്ല. അപ്പം എന്തായാലും മെജോറിറ്റി സ്റ്റാൻഡപ്പ് തന്നെ ആയിരിക്കും. പിന്നെന്താണ്, അലക്സ് പെരേരയുടെ കേസ് പറയുകയാണെങ്കിൽ, നമ്മുടെ ചെറിയൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ മനസ്സിലാവുന്നത്, അലക്സ് പെരേരയ്ക്ക് ആ ഒരു ലെഫ്റ്റ് ഹൂക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളി അതിലൂടെ ഫിനിഷ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കത്തുള്ളൂ. കാരണം പുള്ളിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്, ലെഫ്റ്റ് ഹൂക്ക്. അത് കണ്ടുകൊണ്ടാണ് ഇപ്പോൾ നമുക്കും ലെഫ്റ്റ് ഹൂക്ക്, നമുക്ക് പണ്ട് ജാബും ക്രോസും ഒക്കെ ആയിരുന്നു, ജാബാണ് മെയിൻ ഫേവറേറ്റ്. ഇപ്പം ഈ അലക്സിൻ്റെ ഇത് കണ്ട് നമുക്ക് ലെഫ്റ്റ് ഹൂക്കിനോട് ഭയങ്കര ഒരു പ്രേമമാണ്. അത് കാണാൻ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടാണ് പുള്ളി അത് ത്രോ ചെയ്യുന്നത്, നല്ല രസമാണ് കാണാൻ, ജമാലിൻ്റെ കൂടെയുള്ള ഫൈറ്റ്. പക്ഷേ ഖലീലിൻ്റെ കേസിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ ഖലീലിൻ്റെ ഫൈറ്റുകളൊക്കെ ഇപ്പോൾ UFC അടുത്തിടെ ഇട്ടിരുന്നു, ഖലീലിൻ്റെ എല്ലാ നോക്കൗട്ട്സും ഇട്ടിരുന്നു. ഖലീലിൻ്റെ കേസിൽ ഖലീൽ ഓരോ ഫൈറ്റിലും, ഖലീലിനൊരു പർട്ടിക്കുലർ സ്റ്റൈലില്ല, ഖലീൽ ഓരോ ഫൈറ്റിലും അഡ്ജസ്റ്റ് ചെയ്ത് അതിനനുസരിച്ച് എതിരാളിയുടെ മിസ്റ്റേക്സ് സ്പോട്ട് ചെയ്ത് അടിക്കുകയാണ് പതിവ്. അത് ചിലപ്പോൾ അപ്പർ കട്ടാവാം, ചിലപ്പോൾ ഒബ്ലിക്ക് കിക്ക് ആവാം. കണ്ടിരുന്നു അത്. ഓ മൈ, ഖലീലിൻ്റെ ഒരാളുടെ ഒബ്ലിക്ക് ഉണ്ടല്ലോ, ഒബ്ലിക്ക് എന്ന് പറഞ്ഞാൽ മുട്ടിൻ്റെ ഏരിയയിൽ ചവിട്ടി പൊട്ടിക്കണ ഒരു സീനുണ്ടായിരുന്നു. അതിൽ ഒപ്പണൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഖലീൽ ഒരു ഡേഞ്ചറസ് ഫൈറ്ററാണ്, നോ മേഴ്സി എന്നുള്ളതാണ്. എന്നാലും ഒരു കാര്യം ഷുവറാണ്, അലക്സ് പെരേരയ്ക്കും കുറേയധികം സ്വപ്നങ്ങളുണ്ട്, ഖലീലിനും കുറേയധികം സ്വപ്നങ്ങളുണ്ട്. ഇത് തോറ്റു കഴിഞ്ഞാൽ അതിനൊരു ചെറിയ ക്ഷീണമാണ്. അപ്പോൾ രണ്ടുപേരും അവരുടെ സ്വപ്നങ്ങൾ നിലനിർത്തുവാനായിട്ട്, മുന്നിലേക്ക് സഞ്ചരിക്കുവാനായിട്ട് പരമാവധി ശ്രമിക്കും. ഖലീലിൻ്റെ അറിയാമല്ലോ, ഖലീലിൻ്റെ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റിയാണിത്, ഖലീൽ വിട്ടുകൊടുക്കത്തില്ല. അതേപോലെ അലക്സ് പെരേരയ്ക്കും ഇനി ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് ചെയ്യാനുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം പുള്ളിയും വിട്ടുകൊടുക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ബാങ്കറായിരിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു എൻ്റർടൈൻമെൻറ്റ് ആയിരിക്കും ഇതിൽ ഉണ്ടാവുക.
പിന്നെ മറ്റ് എന്താണ് കാർഡിലെ മറ്റ് ഫൈറ്റ്സ് എല്ലാം തന്നെ അതിഗംഭീരമായിട്ടുണ്ട്. മൊത്തത്തിൽ അഗൈൻ ആസ് യൂഷ്വൽ ടൈം പാസ്. അപ്പോൾ ദാറ്റ്സ് ഓൾ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ ഇടുന്ന കമൻറ്റ് നമ്മളെല്ലാം തന്നെ വായിക്കാറുണ്ട്. അതിൽ നിന്നാണ് അടുത്ത വീഡിയോകളുടെ പ്രചോദനം കിട്ടുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ഇൻസ്റ്റ ഒന്ന് ഫോളോ ചെയ്യുക. അവിടെ ചെറിയ വീഡിയോസ്, റീൽസ് ഉണ്ടാവും, എൻ്റർടൈനിങ് ആണ്. അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, ബൈ ഗൈസ്, ടേക്ക് കെയർ, സീ യു ഓൺ ദ ഫൈറ്റ് ഡേ.